നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ അയർലൻഡിൽ നിന്നുള്ള ചില വാർത്തകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കെയർ മേഖലകളിൽ ഇന്ന് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരെല്ലാം തന്നെ ഇവിടെ അയർലൻഡിൽ എത്തിച്ചേരാൻ കാരണവും ഇവരാണ്. 2000 ഓഗസ്റ്റ് 31 ആദ്യമായി അയർലൻഡിലെത്തിയ 7 പേരാണ്. അവർ 7 പേരും ഡബ്ലിനിലെ നാഷണൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ടായിരുന്നു എത്തിയത്. ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആ 7 പേർ അവർക്ക് താമസിക്കാനായി ആശുപത്രി അധികൃതർ സ്ഥലം കണ്ടെത്തിയത് ബ്ലാക്ക് റോക്കിനടുത്തുള്ള മോങ്സ് ടൗണിലായിരുന്നു. അവരിപ്പോൾ രജത ജൂബിലി ആഘോഷത്തിലാണ്. അവരുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയായി അയർലൻഡിൽ മാറിയ മലയാളി സമൂഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മറ്റൊരു പ്രധാന വാർത്തയാണ് വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം നൽകുന്ന അയർലൻഡിലെ വർക്ക് പെർമിറ്റ് സംവിധാനത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. നമുക്കെന്തായാലും ആ വാർത്തയുടെ വിശദവിവരങ്ങളിലേക്ക് ഒന്ന് പോകാം. അയർലൻഡിലെ വർക്ക് പെർമിറ്റിലെ മാറ്റങ്ങൾക്കുള്ള നിയമത്തിൽ, അതായത് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിലെ മാറ്റങ്ങൾ ഈ സെപ്റ്റംബർ 2 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഈ നിയമനിർമ്മാണത്തിലൂടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ്. പുതുക്കിയ നിയമങ്ങൾ പ്രകാരം പെർമിറ്റുള്ള ചില തൊഴിലാളികൾക്ക് 30 മാസത്തെ കാലയളവിന് ശേഷം പുതിയ എംപ്ലോയറെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ സീസണൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള ജോലികൾക്ക് നൽകുന്നതിനായി പുതിയ ഒരു സീസണൽ തൊഴിൽ പെർമിറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഫാമിങ്ങിനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കുമായുള്ള, അതായത് ഫ്രൂട്ട് പിക്കിംഗ് പോലെയുള്ള ജോലികൾ, ഇതാണ് സീസണൽ കാറ്റഗറിയിൽ വരുന്ന ജോലികൾ. ഇനി മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വർക്ക് പെർമിറ്റിലാണ് അയർലൻഡിൽ എത്തിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജോലിക്കെത്തി കുറച്ച് കഴിഞ്ഞ് ഒരു സ്ഥാനക്കയറ്റം കിട്ടുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പെർമിറ്റ് എടുക്കാതെ തന്നെ ഉദ്യോഗക്കയറ്റം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പോലെയുള്ള മേഖലകളിൽ ഷോർട്ടേജ് കൂടുതലുള്ളതിനാൽ അവിടേക്ക് നിലവിലുള്ള പെർമിറ്റുകളുടെ കൂട്ടത്തിൽ ഒരു 500 പെർമിറ്റ് കൂടി നൽകാനുള്ള തീരുമാനവും ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ന്യൂസിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അതിൽ കയറി വായിച്ച് നോക്കാവുന്നതാണ്. NMBAയിലേക്ക് ഒരു മലയാളി കൂടി മത്സരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡ് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിലേക്ക് INMOയുടെ സ്ഥാനാർത്ഥിയായി മലയാളി നേഴ്സ് സോമി തോമസ് മത്സരിക്കുന്നു. മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡിൻ്റെ MNIയുടെ പിന്തുണ ഇവർക്കുണ്ട്. നിലവിൽ ഡബ്ലിനിലെ ബോൺ സെക്യൂർ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ മാനേജരുമാണ്. മാത്രമല്ല MNIയുടെ നാഷണൽ ട്രഷററും കൂടിയാണ് സോമി തോമസ്. അശാന്തിയുടെ കരിനിഴൽ വീഴ്ത്തുന്നതാണ് അടുത്ത വാർത്ത. കാര്യം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അയർലൻഡിലെ കോർക്ക് സിറ്റിയിൽ വെച്ച്, കൃത്യമായി പറഞ്ഞാൽ ഈ ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ വന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയ സംഭവം മറ്റു വിദ്യാർത്ഥികളെ മൊത്തമായും ഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. കോർക്കിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായത് വംശീയമായ ആക്രമണം ആണെന്നാണ് സംശയം. അന്വേഷണം തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി പല പരാതികളാണ് കിട്ടിയിരിക്കുന്നത്. നാട്ടിൽ നിന്നുമൊക്കെ പഠിക്കുവാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അതത് രാജ്യങ്ങളുടെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ക്യൂ പാലിക്കേണ്ടിടത്ത് ക്യൂ പാലിക്കാനും മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാനും എല്ലാ റൂളുകളും ഫോളോ ചെയ്യാനും ഇവിടെ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യയിൽ നമ്മൾ കാണിക്കുന്ന തിണ്ണമിടുക്കുകൾ മറ്റു നാടുകളിൽ പോയി കാണിച്ചാൽ വെറുതെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇത് കോർക്കിൽ മാത്രമുള്ള സംഭവമല്ല, അയർലൻഡിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ കേട്ടതാണ്. UK ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പണ്ട് ഈ രാജ്യങ്ങളിൽ നമ്മളെപ്പോലെയുള്ള വിദേശികൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം നമ്മുടെ ആളുകളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. അതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയർലൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മറ്റു പല വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.